ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രണയത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ പ്രണയം എന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര എഴുതിയാലും തീരാത്തൊരു ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. സൈക്കോളജി ഓഫ് ലവ്, പ്രണയത്തിന്റെ മനഃശാസ്ത്രം. അപ്പോൾ നമ്മളെല്ലാവരും പ്രണയിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെ? മനസ്സിലെങ്കിലും പ്രണയം തോന്നാത്ത ആരും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞ. നമ്മൾ പല സ്ഥലങ്ങളിലും പ്രണയം കണ്ടിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടങ്ങളിൽ തുടങ്ങി കോളേജ്, അതുപോലെ ഓഫീസിൽ, അങ്ങനെ എന്താ പറയുക, ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജോലി ചെയ്ത് അങ്ങനെ പാർട്ട്നേഴ്സ് ആവാവുന്ന, അതായത് ജീവിത പങ്കാളികൾ വരെ ആകാവുന്ന ഒരു റിലേഷൻ, അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഫോർ മാരേജും മാരേജിന് മുമ്പും അതുപോലെ മാരേജിന് ശേഷമുള്ള പ്രണയത്തിനെ കുറിച്ച് നമുക്കിതിൽ സംസാരിക്കാം. ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പരം ഒരു ആകർഷണത്തിൽ തുടങ്ങി അത് പിന്നെ ഡെവലപ്പായിട്ടാണല്ലോ ഒരു റിലേഷൻ എന്നുള്ള രീതിയിൽ. ഒന്നില്ലെങ്കിൽ ഒരാൾക്കൊരു താല്പര്യം തോന്നാം, അല്ലെങ്കിൽ രണ്ടു പേർക്കും ഒരു താല്പര്യം തോന്നുമ്പോഴാണ് അതിനൊരു പൂർണ്ണമായിട്ടൊരു പ്രണയം എന്നുള്ളൊരു രീതിയിലേക്ക് അത് വരിക. പിന്നെ നമ്മൾ പ്രണയിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ അയാളുടെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ കാണുള്ളൂ. അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമുക്ക് അയാളുടെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമാണ് കാണാൻ പറ്റില്ല. പ്രണയത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പിന്നെ പ്രണയം അവസാനിക്കുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ ഒരു പ്രണയം വിവാഹത്തിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരുടെ ആ ഒരു നെഗറ്റീവ് സൈഡൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണാൻ തുടങ്ങും. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ എത്തുമ്പോൾ ശരിക്കും ആ ഒരു നെഗറ്റീവ് സൈഡ് മാത്രമേ നമ്മളപ്പോൾ പിന്നെ കാണുള്ളൂ. ശരിക്കും പല ഹോർമോൺസിൻ്റെ ഒരു കളികളാണ് ഇതിൽ നടക്കുന്നത്. ഡോപ്പോമിൻ, ഓക്സിറ്റോസിൻ. നമുക്കൊരു പരസ്പരം ആകർഷണം തോന്നുമ്പോൾ അവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡോപ്പോമിൻ്റെ പ്രവർത്തന പോലെ ആയിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു അഡിക്ഷനൊക്കെ നമുക്ക് ഇപ്പോൾ അവരുടെ അടുത്ത് തോന്നണത്. എപ്പോഴും കാണാൻ തോന്നുക, സംസാരിക്കാൻ തോന്നുക, അങ്ങനത്തെ ഫീലൊക്കെ ആ ഒരു അഡിക്ഷനാണ്. ഏത് ലഹരി ഉപയോഗിക്കുമ്പോഴും നമുക്കൊരു അഡിക്ഷൻ വരില്ലേ, അതുപോലെ തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്. ലഹരി എന്ന് പറയുമ്പോൾ അതൊരു വസ്തുവാണ്. നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ല എന്നല്ല. പക്ഷെ പ്രണയം എന്ന് പറയുമ്പോൾ നമുക്കൊരു ആളിനോടുള്ള, ഒരു വ്യക്തിയോടുള്ള ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു അഡിക്ഷനാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. പ്രണയത്തിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പ്രണയം എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു രീതിയിൽ ഒക്കെയാണ് പറയാം. ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നല്ല പ്രണയങ്ങളൊക്കെ കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രണയങ്ങളും ഉണ്ട്, ഇല്ല എന്നല്ല. എല്ലാ ആൾക്കാരും ഒരുപോലെ ഒന്നുമല്ല. പിന്നെ പലർക്കും പ്രണയം കൊണ്ടുണ്ടായിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് പിന്നെ പ്രണയം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇഷ്ടമുണ്ടാവില്ല. എന്താ പറയുക, ഇത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു ഫീല് തന്നെയായിരിക്കും. പ്രണയം അതിൻ്റെ ഒരു തീവ്രതയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പിന്മാറാൻ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അത് രണ്ടുപേർക്കും പരസ്പരം ഒരു പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരു വൺ വേ ലവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരാൾക്ക് ഒരാളോട് മാത്രം തോന്നുന്ന പ്രണയം, അതും എന്താ പറയാ, തീവ്രമായിട്ടുള്ള ഒരു രീതിയിലൊക്കെ എത്താറുണ്ട്. പക്ഷെ ഒരാൾക്ക് മാത്രം എന്ന് പറയുമ്പോൾ അതിനെ ഒരു പൂർണ്ണമായിട്ട് നമുക്കൊരു പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടുപേർക്കും ഉള്ളതിനെ തന്നെയല്ലേ പ്രണയം എന്ന് പറയാം. പക്ഷെ നമ്മൾ ഒരു പ്രണയത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതം വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ലൈഫാണെന്നുള്ളൊരു ചിന്ത വേണം. ഇതിലേക്ക് എടുത്ത് ചാടിയതിന് ശേഷം പിന്നെ തിരിച്ചു പോരാം അല്ലെങ്കിൽ തിരിച്ചു കയറി പോരാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല അത്. അപ്പോൾ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം എടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ് പ്രണയം. നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കാറില്ലേ, വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ പ്രണയത്തിൽ പലപ്പോഴും ഒരു ഫിസിക്കൽ റിലേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രണയം എന്ന് പറയുന്നത് ശരിക്കും ഓരോ ഘട്ടങ്ങളിലായിട്ട് പോണതാണ്. അതായത് ഒരു പ്രണയത്തിന്റെ പ്രോഗ്രസിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് മാറി വരുന്നതിനനുസരിച്ച് നമുക്ക് അയാളോട് തോന്നുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയോട് തോന്നുന്ന ഒരു ഫീലിംഗിൽ ശരിക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പലരും എന്തായാലും ഞാൻ നിന്നെ തന്നെയാണല്ലോ വിവാഹം കഴിക്കണേ അല്ലെങ്കിൽ കല്യാണം കഴിക്കണേ എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടൊരു ഫിസിക്കൽ റിലേഷനിലേക്കൊക്കെ പോകുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രണയത്തിൽ വരുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ അയാളെ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും ഇഷ്ടപ്പെടുക. എല്ലാവരുടെ കേസിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ കുറേ പേരെങ്കിലും അങ്ങനെയായിരിക്കും. ഒരു അഡിക്ഷൻ വരും,
കുറച്ച് കഴിയുമ്പോൾ ഈ ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ സ്ലോ ആവുമ്പോൾ അല്ലെങ്കിൽ അത് നിൽക്കുന്ന ഒരു സമയത്ത് പിന്നെ നമുക്ക് അവരുടെ അടുത്ത് അഡിക്ഷനും പഴയൊരു താല്പര്യം തോന്നണമെന്നില്ല. ചിലപ്പോൾ അത് ഒരാൾക്ക് മാത്രമായിരിക്കും തോന്നുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരുപോലെ തോന്നാം. അപ്പോൾ വിവാഹത്തിൽ എത്തുന്ന പ്രണയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട്. മിക്കവാറും ഒരുവിധം എല്ലാവർക്കും ഇതുപോലുള്ള ലവ് അഫെയർസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ വിവാഹം കഴിച്ചവര് വളരെ കുറവ് തന്നെയായിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ട് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഒന്നില്ലെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ, എന്താ പറയുക, വീട്ടുകാർ ഓക്കെ അല്ല, പല കാരണങ്ങൾ കൊണ്ടുണ്ടാവുമല്ലോ. അങ്ങനെ അവർ മ്യൂച്വലായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും. എനിക്ക് ഇത് എന്താ പറയുക, നമുക്കിനി മുന്നോട്ട് പോകണ്ട, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പിരിയാം എന്നുള്ള ഒരു തീരുമാനത്തിൽ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പിന്മാറിക്കഴിഞ്ഞാലും അത് അവിടെ വെച്ച് തന്നെ നിൽക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥ പ്രണയം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മറ്റേയാൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ടാണ് അയാളെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ പുറകെ ഒരിക്കലും പോവില്ല. വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാൽ പോലും ഓക്കെ എന്നുള്ളൊരു മനോഭാവത്തിലായിരിക്കും. അയാൾക്കൊരു നല്ല ലൈഫ് കിട്ടിക്കോട്ടെ, ഇനി ഞാൻ കാരണം അയാളുടെ ഒരു ഫ്യൂച്ചർ നഷ്ടപ്പെടണ്ട എന്നൊക്കെയായിരിക്കും ഒരു യഥാർത്ഥ പ്രണയമാണെങ്കിൽ നമ്മൾ വിചാരിക്കുക. എന്താ പറയാ, ആ ഒരു സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ നമുക്ക് വെറുക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. അയാൾ നന്നായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുക എപ്പോഴും. അപ്പോൾ നമ്മളൊരു പ്രണയത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇത് എപ്പോ വേണമെങ്കിലും നിന്നു പോകാവുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷനിലോട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലോട്ടൊന്നും, അല്ലെങ്കിൽ പലരും പേഴ്സണൽ ഫോട്ടോസ് ഷെയർ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആണല്ലോ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ പല ടൈപ്പ് റിലേഷൻസ് കണ്ടിട്ടുണ്ട്. അതായത് പ്രണയം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും പ്രണയത്തിന്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, സ്കൂളിനേക്കാളൊക്കെ കൂടുതൽ കോളേജ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലേക്ക് ആയിരിക്കും കൂടുതൽ കാണും. പക്ഷെ ഇപ്പോൾ നമുക്കിപ്പോൾ തോന്നാം, ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ മാരീഡാണ്, എനിക്ക് കുട്ടികളുണ്ട്, അതുകൊണ്ട് എനിക്കിതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞവർക്കും ഇതൊക്കെ ബാധകം തന്നെയാണ്. അതായത് കല്യാണം കഴിഞ്ഞവരുടെ പുറകെ വരുന്ന ആളുകളുണ്ട്, ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. അതിൽ ഭൂരിഭാഗവും എന്താ പറയുക, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൊണ്ട് മാത്രം വരുന്നവരായിരിക്കും കൂടുതൽ. എല്ലാവരും ഒരുപോലെ അത് ഞാൻ പറയുന്നില്ല, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്നുള്ള രീതിയിൽ വരുന്നവരും ഉണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിക്കണമെങ്കിലും സ്ത്രീകൾക്ക് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കും ഒരാളുടെ അടുത്ത് കൂടുതൽ ഉണ്ടാവുക. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് കൂടുതലും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ കൂടുതൽ സ്ത്രീകളെ സമീപിക്കുക. എല്ലാവരും അല്ല, അല്ലാത്ത കേസുകളുണ്ട്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടും ഒരു റിലേഷനിലേക്ക് വരുന്നവരുണ്ട്. ഇപ്പോൾ മാരേജ് കഴിഞ്ഞവരെ സംബന്ധിച്ചാണെങ്കിൽ, ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വീട്ടിലാണെങ്കിലും മനസ്സമാധാനം ഇല്ല, ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രശ്നങ്ങൾ, കുറച്ച് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആരുടെ അടുത്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നുന്നത് എന്നൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് പാർട്ണർ ആയിരിക്കില്ല ഒരിക്കലും കിട്ടുന്നത്. അപ്പൊ ആഗ്രഹിച്ച രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിപ്പോ ലവ് മാരേജ് ആണെങ്കിലും, ഇപ്പോ എൻ്റെ പല ഫ്രണ്ട്സും ഇപ്പോൾ ലവ് മാരേജ് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനുശേഷം മാരേജിന് ശേഷമൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്, അന്ന് വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല ക്യാരക്ടർ വൈസ്. അവൻ അന്ന് ഞാൻ വിചാരിച്ച പോലെയല്ല, ഒരുപാട് ക്യാരക്ടറൊന്നും അതുപോലെയല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ലവ് മാരേജ് വേണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് തോന്നുന്നവര് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലൈഫിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരു ഡിസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഒരു ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും എന്താ പറയുക 100% ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. എനിക്ക് തോന്നുന്ന ഒരു ബിലോ 5% ആൾക്കാരായിരിക്കും അത്രയും ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്നത്. ബാക്കി ഒരു വിധം ആളുകളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ
ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും മുന്നോട്ട് പോകുന്നത്. എൻ്റെ അടുത്ത് പലരും സംസാരിക്കാറുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു 6 വർഷമൊക്കെ ആയല്ലോ. അപ്പോൾ പലരും അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പറയാറുണ്ട് ജീവിതം എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ടും മുന്നോട്ട് പോകണം. പിന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണു, കുഴപ്പമില്ലാത്തൊരു രീതിയിൽ പോണു, അല്ലാതെ ഹാപ്പി ആയിട്ട് പോണതോ അങ്ങനെയൊന്നും അല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരുവിധ ആളുകളുടെ ലൈഫൊക്കെ ഇതൊക്കെ തന്നെയാണ്. അതിപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് പല സ്റ്റേജിലൂടെ കടന്നുപോയി രണ്ടുപേരും ആക്സെപ്റ്റ് ചെയ്ത് ഒരാൾ അയാളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞ് മറ്റേ പങ്കാളി അത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനു മുമ്പ് അവർക്ക് രണ്ടുപേർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചോയ്സ് ഉണ്ടായിരിക്കും, ഇത് വേണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ എന്താ പറയുക, ലവ് ഹോർമോൺസ് ഒക്കെ അതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷനിൽ എത്തേണ്ടത് എപ്പോഴും നല്ലതാണ്. അതിനുശേഷം പിന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ചിന്ത ഒരിക്കലും ആവണമെന്നില്ല. പൊതുവെ പറയില്ലേ പ്രണയത്തിന് കണ്ണില്ല എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒരു പരിധി വരെ, ഒരു പരിധിയല്ല, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരി തന്നെയാണ്. ഈ ഒരു ഹോർമോൺസിന്റെ പ്രവർത്തനം കൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡ്സ് മാത്രം കാണുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എപ്പോഴും ചിന്തിച്ച് വിവേകത്തോടു കൂടി തീരുമാനമെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു പ്രണയം എന്നൊക്കെ പറയുന്നത്. അതിപ്പോ വിവാഹത്തിന് മുന്നുള്ള പ്രണയമാണെങ്കിലും വിവാഹത്തിന് ശേഷം പ്രത്യേകിച്ചും നമ്മളൊരു ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫാമിലി അതൊക്കെ ആയിരിക്കണം നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. വേറൊരു റിലേഷൻ അതിലേക്ക് വരാൻ പാടില്ല. പിന്നെ പ്രണയിക്കുന്നവരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ശരിയല്ല, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലാണെങ്കിൽ പോലും ഇപ്പൊ പ്രണയിക്കുന്ന 2 വ്യക്തികളാണെങ്കിൽ അവർ നടക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുക. അതുപോലെ നടക്കുമ്പോൾ 2 പേർക്കും ഒരു അട്രാക്ഷൻ, അതായത് അവരത്രയ്ക്ക് ഒരു തീവ്രമായിട്ടുള്ള പ്രണയത്തിലാണെങ്കിൽ നടക്കുമ്പോൾ ഒരു മാഗ്നറ്റ് വെച്ച് വലിക്കുന്നത് പോലെ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും പോവുക. അതായത് ഇതിപ്പോ 2 വ്യക്തികളാണെങ്കിൽ അവർ നടക്കുമ്പോൾ ഇങ്ങനൊരു എന്താ പറയാ ഒരു അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലൊക്കെ 2 പേര് നിൽക്കാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നിന്ന് സംസാരിക്കണം. അപ്പോൾ പ്രണയിക്കുന്ന 2 വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു ഡയറക്ഷൻ, അവർ നിൽക്കുന്ന ഒരു ഡയറക്ഷൻ, അവരുടെ പാദത്തിന്റെ ഒക്കെ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആ ഒരു പാദത്തിന്റെ ഒരു ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, അയാളുടെ ഭാഗത്തേക്കായിരിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞൊരു സൈക്കോളജിയാണ്. നമുക്ക് നമ്മളെ പ്രണയിക്കുന്ന ആളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ബോഡി ലാംഗ്വേജിലൂടെ. പല കാര്യങ്ങളും നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഐ കോണ്ടാക്ട് കണ്ടാലും നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ള ആളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുക, അയാളുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതൊരു റിയൽ ആയിട്ടുള്ള ഇഷ്ടമാണോ ഫേക്ക് ലവ് ആണോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നിന്നിട്ടായിരിക്കും നമ്മളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾ സംസാരിക്കുക. സാധാരണ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. പക്ഷെ നമ്മളുടെ അടുത്ത് അത്ര അട്രാക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണൽ സ്പേസിൽ വളരെ അടുത്ത് നിന്നിട്ടായിരിക്കും സംസാരിക്കുക. പലപ്പോഴും ഒരു ഒബ്സർവേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊരു സൈക്കോളജി തന്നെയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്നതല്ല. പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കണ്ണിന്റെ കൃഷ്ണമണി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃഷ്ണമണി ഇങ്ങനെ വികസിച്ച് ഇരിക്കും. പക്ഷെ അതൊന്നും അത്ര പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. കണ്ണിന്റെ ഉള്ളിൽ എന്താ പറയാ നോക്കിയിട്ടൊക്കെ അത്ര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഐസ് ഉള്ളവർക്ക് മാത്രമൊക്കെയാണ് അത്. എന്നാലും അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ സ്മൈല്, ചിരിയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫേക്ക് ആയിട്ടുള്ള ഒരു ചിരി കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഒരു കണ്ണിൽ നിന്ന് വരുന്ന ചിരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രണയിക്കുമ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒക്കെ പ്രണയിക്കുക. പ്രണയം വേണമെന്നുള്ളതിനെ കുറിച്ച് വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു ഡിസിഷനിലേക്ക് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാട് വൈഡായിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും
താഴെ കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ പ്രണയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഒരു റിയൽ ലവ് അല്ലെങ്കിൽ ഒരു ഫേക്ക് ലവ് എന്താണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്? താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.